VM സാദിഖലിയാണ്. കുറച്ച് ദിവസമായിട്ട് പല രൂപത്തിലുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വെള്ളക്കുഴിയിലും മഴയിലും വെള്ളച്ചാട്ടത്തിലും മലവെള്ളപ്പാച്ചിലൊക്കെ മുങ്ങി മരിക്കുന്ന അതിലകപ്പെടുന്ന ആളുകളുടെ മരണവാർത്തയാണ് കേൾക്കുന്നത്. ലോകത്ത് മൊത്തമായിട്ട് ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2,36,000 ആളുകളോളം മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 30,000-ഓളം പേരുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാത്ത എത്ര ആളുകളും ആയിരങ്ങളും പതിനായിരങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. കാരണം ഏതു സമയത്തും മലവെള്ളപ്പാച്ചിലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പെട്ടെന്ന് വെള്ളം കൂടുന്ന സ്ഥലങ്ങളാണ് ഈ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ. കേരളത്തിൽ ഏകദേശം വരുന്നത് ഒരു വർഷത്തെ കണക്ക് എന്ന് പറയുന്നത് 4,364 പേരാണ്. അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. അത് കുളത്തിലായിട്ടും നദികളിലായിട്ടും ഇങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിലായിട്ടും വെള്ളച്ചാട്ടങ്ങളിലായിട്ടൊക്കെയാണ് ഇങ്ങനെ മുങ്ങി മരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ദിവസം 3 പേര് എന്നുള്ള കണക്കനുസരിച്ച് മരണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കുറവ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വയനാട്ടിലുമാണ്. അതിന് കാരണം ഇവർക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വയനാട് ജില്ലയിലാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് അറിയുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. മുൻകൂട്ടി അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ടായത് കൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് ഇത് അറിയുന്നത്. എന്നാലും ഇത്തരം സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ജാഗ്രത പുലർത്തണം. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ ഒരു ഫാമിലി ഇങ്ങനെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലിൽ മരണപ്പെടുന്ന ഒരു കാഴ്ച നമ്മളെ നേരെ മുൻപിൽ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ വിഷമകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത്തരം അവസ്ഥകൾ ഭയങ്കര വിഷമകരമാണ്. ഇത്തരം വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ജാഗ്രത പുലർത്തണം.